നന്ദിയുണ്ട് കാലു ചെന്നായി. നീ നല്ല മനുഷ്യനാ. ഇപ്പോഴല്ലേ മനസ്സിലായത് കാട്ടിലെ മൃഗങ്ങളൊക്കെ നിന്നെ കുറിച്ച് പറയുന്നതൊക്കെ വെറുതെ ആണെന്ന്. നീ എന്തായാലും ഇപ്പൊ എന്നെ നന്മയെ കുറിച്ച് അറിഞ്ഞു. എന്നിട്ടെന്തേ നീ കാട്ടിലുള്ള മറ്റുള്ളവരോട് പറയാത്തത്? അങ്ങനെയെങ്കിൽ എനിക്ക് കാട്ടിലെ രാജാവാകാമായിരുന്നു. മൂൺലാൻഡ് കാട്ടിൽ ഒരു മുയൽക്കുഞ്ഞ് ക്യാരറ്റ് തിന്നുകൊണ്ട് മരത്തിന്റെ അടിയിലിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവനെ വേറൊരു കാട്ടിലെ കുറുക്കൻ കാണും. ഇന്നെനിക്ക് ലോട്ടറി അടിച്ചെന്നാ തോന്നുന്നത്. കുറുക്കൻ ചാടി ആക്രമിക്കാനായി വന്നു. എന്നെ വെറുതെ വിട്. പെട്ടെന്ന് എവിടുന്നാ നീ വന്നത്? അപ്പോഴേക്കും അവിടെ കാലു ചെന്നായി വന്നു. തല്ലി തല്ലി അതിനെ അവിടുന്ന് പറഞ്ഞു വിട്ടു. ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം. നന്ദിയുണ്ട് കാലു ചെന്നായി. നീ നല്ല മനുഷ്യനാ. ഇപ്പോഴല്ലേ മനസ്സിലായത് കാട്ടിലെ മൃഗങ്ങളൊക്കെ നിന്നെ കുറിച്ച് പറയുന്നതൊക്കെ വെറുതെ ആണെന്ന്. വെൽക്കം മയിലേ. നീ എന്തായാലും ഇപ്പൊ എന്നെ നന്മയെ കുറിച്ച് അറിഞ്ഞു. എന്നിട്ടെന്തേ നീ കാട്ടിലുള്ള മറ്റുള്ളവരോട് പറയാത്തത്? അങ്ങനെയെങ്കിൽ എനിക്ക് കാട്ടിലെ രാജാവാകാമായിരുന്നു. ആഹാ, ഇത് കൊള്ളാലോ. നിന്റെ ശരിക്കുള്ള രൂപം നീ കാണിച്ചു. നീ ഒരിക്കലും നന്നാവാൻ പോണില്ല. മുയല് നേരെ കടുവ രാജാവിനോട് ഈ കാര്യം പറഞ്ഞു. രാജാവ് ചെന്നായനെ സഭയിലോട്ട് വിളിപ്പിച്ചു. നോക്കൂ കാലിച്ചെന്നായെ, നീ ധീരനാണെന്നതിൽ സംശയമില്ല. എന്നാൽ എന്റെ സ്ഥാനം നിനക്ക് വേണമെങ്കിൽ നീ എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ടി വരും. അത് വളരെ ബുദ്ധിമുട്ടാണ്. കാട്ടിലുണ്ടായിരുന്നൊരു ഭൂതത്തെ പിടികൂടിയപ്പോ ഞാനും നീലിദേവതയും കൂടി ചേർന്ന് ആ ഭൂതത്തെ ഗുഹയിൽ തടവിലാക്കി. അല്ലെങ്കിൽ ദിവസവും അവൻ അത്താഴത്തിന് ഞങ്ങളെല്ലാവരും കൊന്നു തിന്നുമായിരുന്നു. നീ ഈ കാട്ടിൽ ജീവിച്ച് നിന്റെ ധൈര്യം ശരിയായി ഉപയോഗിക്കുക. ഇത് കേട്ട് കാലു ചെന്നായക്ക് ചെയ്ത തെറ്റ് മനസ്സിലായി അവിടെ നിന്ന് പോവുകയും ചെയ്യും. അപ്പോഴേക്കും അവന്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നി. അവൻ ആ ഗുഹയുടെ അടുത്ത് വന്നിട്ട് വിളിക്കാൻ തുടങ്ങി. തടിച്ച ഭൂതമേ, നിങ്ങൾ അകത്തുണ്ടോ? ആരാണ്? ഞാൻ കാലിച്ചെന്നായ. എനിക്കറിയാം, നിങ്ങൾ ഗുഹയ്ക്കുള്ളിൽ താമസിച്ച് 10 മൃഗങ്ങളുടെ മാംസം ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഗുഹയിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുഹയിൽ നിന്നും മോചനം കിട്ടാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്ത്? സത്യമായിട്ടും നീ എന്നെ ഇവിടെ നിന്ന് മോചിപ്പിക്കുമെന്നോ? അതെ, പക്ഷെ എനിക്കൊരു നിബന്ധനയുണ്ട്. ഇപ്പോഴുള്ള രാജാവിനെ തോൽപ്പിച്ച് എനിക്ക് രാജാവാകാനുള്ള ശക്തി നീ തരണം. അതിനുശേഷം ഞാൻ ദിവസവും നിനക്ക് ഓരോ മൃഗത്തെ കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. പിന്നെ 10 ദിവസം കൊണ്ട് നീ മോചിതനാകും. ശരി, ഞാൻ അംഗീകരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ രാക്ഷസൻ അവന്റെ ഒരു കൈ പൊക്കി അവന്റെ കയ്യിൽ നിന്നും ഒരു കിരണങ്ങൾ നേരെ ചെന്നായുടെ അടുത്തേക്ക്. കൊള്ളാം, വളരെ നല്ല സുഖം തോന്നുന്നു. രാജാവേ, ഞാനിതാ വരുന്നു. നിന്റെ വാഗ്ദാനം മറക്കരുത്. ഇല്ല രാക്ഷസ, ഞാൻ തീർച്ചയായും വരും. കടുവ രാജാവിന്റെ സഭയിലേക്ക് ചെന്നായ അപ്പൊ തന്നെ ഓടിയെത്തും. രാജാവേ, ഇന്ന് ഞാൻ നിങ്ങളെ തോൽപ്പിച്ച് ഈ കാട്ടിലെ രാജാവാകാൻ ആഗ്രഹിക്കുന്നു. നീ ബുദ്ധിയോടെയാണോ സംസാരിക്കുന്നത്, അതോ? അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയിച്ചു തരാം. ഇതും പറഞ്ഞ് ചെന്നായ ഒരു ചാട്ടം ചാടി കടുവയും ഒന്നും നോക്കിയില്ല ആക്രമിച്ചു. അങ്ങനെ അവർ തമ്മിലുള്ള യുദ്ധം തുടങ്ങി. പിടിച്ചോ. കുറഞ്ഞു കഴിഞ്ഞപ്പോ കടുവ രാജാവ് ആകെ ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിൽ തറയിൽ കിടന്നു. ഇത് കണ്ടു നിന്ന എല്ലാ മൃഗങ്ങളും ഞെട്ടിപ്പോയി. ഇന്നു മുതൽ ഞാനാണ് ഈ കാട്ടിലെ രാജാവ്. ഞാൻ പഴയ രാജാവിനെ മത്സരത്തിൽ തോൽപ്പിച്ചു. ഇവിടെ നിന്ന് പോകൂ. കടുവയ്ക്കാകെ അപമാനമായി തോന്നിയത്. അപ്പോൾ തന്നെ ആ കാട് വിട്ടു പോവുകയും ചെയ്തു. പ്രിയ കാട്ടുവാസികളെ, ഇന്നു മുതൽ ഞാനാണ് ഇവിടുത്തെ രാജാവ്. ഇന്നു മുതൽ ഈ കാട് ഞാൻ ഭരിക്കും. പിന്നെ ഞാൻ ദിവസവും ഒരു മൃഗത്തെ വേട്ടയാടുന്നതാണ്. ബാക്കി മൃഗങ്ങൾക്കൊന്നും മിണ്ടാൻ സാധിച്ചില്ല. ചെന്നായ എന്നും ഓരോ മൃഗങ്ങളെ വേട്ടയാടുമായിരുന്നു. വേട്ടയാടി വരുന്ന മൃഗങ്ങളെ ഗുഹയുടെ അകത്ത് തള്ളും. ആ രാക്ഷസൻ ഓരോ മൃഗങ്ങളെയും തിന്ന് അവന്റെ ശക്തി കൂടി കൂടി വന്നു. പയ്യെ പയ്യെ 8 ദിവസം കഴിഞ്ഞിരുന്നു. എല്ലാ മൃഗങ്ങൾക്കും ചെന്നായെ വളരെ പേടിയായിരുന്നു.
അപ്പുറത്ത് കടുവ രാജാവാണെങ്കിൽ ആകെ വിഷമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുമായിരുന്നു. നടന്ന് നടന്ന് ഒരു പൂന്തോട്ടത്തിൽ വന്നെത്തി. അവിടെ ഒരു നീലമാലാകെ കാണുകയും ചെയ്യും. ഹായ്, എന്ത് മണമാണിവിടെ. എനിക്ക് തോന്നുന്നത് ഇവിടെ തന്നെ അങ്ങ് ഇരുന്നാലോ എന്നാണ്. നീലമാലാഖേ, സുഖം തന്നെയല്ലേ? കടുവ രാജാവേ, നിങ്ങൾ എവിടെയോ? സ്വന്തം കാട് വിട്ട് ഇതെങ്ങോട്ടാ പോകുന്നത്? നീലിമാലാഖേ, വളരെ ലജ്ജാകരമായ കാര്യമാണ്. കാലു ചെന്നായ എന്നോട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ അവൻ എന്നെ തോൽപ്പിച്ച് കാട്ടിലെ രാജാവായി. അവന്റെ ആജ്ഞപ്രകാരം എനിക്ക് ആ കാട് വിട്ടിങ്ങോട്ട് വരേണ്ടി വന്നു. നീ ഒരു കടുവയാണ്, നിന്നെ ഒരു ചെന്നായി തോൽപ്പിച്ചെന്നോ? എങ്ങനെയെന്നറിയില്ല. എനിക്ക് തോന്നുന്നത് അവന്റെ ഉള്ളിൽ സിംഹത്തിന്റെ ശക്തിയുണ്ടെന്നാ. നീലമാലക എന്തോ ആലോചിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ആ ചുമന്ന രാക്ഷസനെ ഒരു ഗുഹയുടെ അകത്ത് പൂട്ടിയതല്ലേ? ആ രാക്ഷസൻ ആ ഗുഹയുടെ അകത്ത് തന്നെ ഉണ്ടോ? അവനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പക്ഷേ ആ രാക്ഷസൻ ഇതുമായിട്ട് എന്താണ് ബന്ധം? ബന്ധമുണ്ടോ ഇല്ലയോ അത് നമുക്ക് അവിടെ ചെന്ന് തന്നെ നോക്കണം. മാലാഖ തന്റെ മാന്ത്രിക വടിയെടുത്ത് ഉയർത്തി. അങ്ങനെ അവര് ഗുഹയുടെ അടുത്ത് ഒളിഞ്ഞു നിന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോ ചെന്നായ ഒരു മൃഗത്തിനെയും കൊണ്ടുവന്നു. എന്നിട്ട് ഗുഹയുടെ അകത്തേക്ക് കൊണ്ടുപോയി. കണ്ടില്ലേ, എനിക്ക് അപ്പോഴേ തോന്നിയതാ, നിന്നെ പോലത്തെ ഒരു ബലവാനായ കടുവയെ ഒരു രാക്ഷസനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. ആ, ഇനി അങ്ങ് പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീലമാലാക വീണ്ടും മാന്ത്രിക വടി എടുത്തുയർത്തി. രണ്ടുപേരും വീണ്ടും കാട്ടിൽ തിരിച്ചെത്തി. അല്ല നീലിമാലാഖേ, അങ്ങേക്ക് എങ്ങനെയുണ്ട്? അങ്ങയെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. നീലമാലാക നടന്ന കാര്യം എല്ലാ മൃഗങ്ങളോടും പറഞ്ഞു. ആ ചെന്നായെ ഞങ്ങൾ വെറുതെ വിടില്ല. കൂട്ടുകാരെ, കടുവ രാജാവിനെ അപമാനിച്ചിട്ടല്ലേ ഇവിടുന്ന് വിട്ടതവൻ. അവനോട് വൈരാഗ്യം വീട്ടാൻ എന്റെ അടുത്ത് നല്ലൊരു ഐഡിയ ഉണ്ട്. മാലാക ഐഡിയ മുഴുവൻ അവരോട് പറഞ്ഞു. അതനുസരിച്ച് മാലാക ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചു. കുറച്ചേരം കഴിഞ്ഞപ്പോ കാലു ചെന്നായി അവിടെ വന്നു. എല്ലാ മൃഗങ്ങളുടെ കൂട്ടത്തിൽ അവൻ കടുവേനെയും കണ്ടു. അല്ല, നീ ഇവിടെ എങ്ങനെ വന്നു? ഞാൻ നിന്നോട് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. മുമ്പ് കിട്ടിയതൊക്കെ നീ മറന്നുപോയല്ലേ? വീണ്ടും ചാവാൻ വേണ്ടി വന്നതാണോ? നമുക്കത് കണ്ടു നോക്കാം. എന്നോട് മത്സരിക്കുക, എന്നിട്ട് ഇപ്പൊ വിജയിക്കാൻ പറ്റുമോ നോക്ക്. ശരി, എങ്കി വാ. ഇത് പറഞ്ഞ് ചെന്നായ കടുവയുടെ അടുത്തേക്ക് ഓടി. അവിടെ ഒളിഞ്ഞിരുന്ന മാലാക മാന്ത്രിക വടിയെടുത്തു എത്തി. എന്നിട്ട് രാക്ഷസൻ കൊടുത്ത എല്ലാ ശക്തികളും തിരിച്ചെടുത്തു. കടുവ ഒറ്റച്ചാട്ടത്തിൽ തന്നെ ചെന്നായ തള്ളിയിട്ടു. ഇതെന്താ സംഭവിക്കുന്നത്? അവൻ വീണ്ടും കടുവയുടെ അടുത്തേക്ക് ഓടി. രണ്ടുപേരും തമ്മിൽ യുദ്ധം തുടങ്ങി. പക്ഷെ ഇപ്രാവശ്യം കടുവ ചെന്നായനെ തോൽപ്പിച്ചു കളഞ്ഞു. ഞാനെല്ലാം ഉപേക്ഷിക്കുകയാണ്. എന്നെ വെറുതെ വിട്. പറയൂ, ഇപ്പോഴും നീ കാട്ടിലെ രാജാവാണോ? ഇല്ല രാജൻ, അങ്ങാണ് ഈ കാട്ടിലെ യഥാർത്ഥ രാജാവ്. ആ രാക്ഷസൻ എനിക്ക് തന്ന ശക്തി കൊണ്ടാണ് ഞാൻ അങ്ങയെ തോൽപ്പിച്ചത്. പക്ഷെ ഇന്ന് ആ ശക്തി പ്രവർത്തിച്ചില്ല. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. മാലാഖ അപ്പൊ എല്ലാവരുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, നിനക്ക് രാക്ഷസൻ തന്ന ശക്തികളെല്ലാം ഞാൻ അതങ്ങ് തിരിച്ചെടുത്തു. എന്താ? അതേ കാലു ചെന്നായി, നിനക്ക് നാണമില്ലേ? ഒരവകാശത്തിന് വേണ്ടി നീ ഇത്രയും മൃഗങ്ങളെ കൊന്നില്ലേ? ആ രാക്ഷസനെ നീ സ്വതന്ത്രനാക്കാൻ നോക്കിയില്ലേ? നീ പറ, നിനക്ക് എന്തു ശിക്ഷയാണ് നൽകേണ്ടത്? എനിക്ക് തെറ്റ് മനസ്സിലായി നീലിമാലാകെ. എന്നെ ശിക്ഷിക്കരുത്. ഭാവിയിൽ രാജാവാകാനോ ഏതെങ്കിലും മൃഗത്തെ ഉപദ്രവിക്കാനോ ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല. ഇത് നിന്റെ അവസാനത്തെ അവസരമാണ്. ചെന്നായ ശരിയെന്ന് പറഞ്ഞ് തലകുലുക്കി. എല്ലാരും അവിടെ ഗുഹയുടെ അവിടെ എത്തി. മാലാഖ തന്നെ മാന്ത്രിക വടിയെടുത്ത് ഉയർത്തി ആ ഗുഹയെ നല്ല രീതിയിൽ അടച്ചുപൂട്ടി. ഈ ഗുഹ ഇനി എനിക്ക് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ അകത്തേക്ക് ഇനി ആർക്കും പോകാൻ പറ്റില്ല. അപ്പോഴേക്കും അതിന്റെ അകത്തുനിന്ന് രാക്ഷസൻ നിലവിളിക്കുന്നു. എന്നെ വെറുതെ വിട്. ഇവിടെ നിന്ന് എന്നെ പുറത്തിറക്ക്. അവന്റെ ശബ്ദം കേട്ട് എല്ലാ മൃഗങ്ങളും പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി.
എല്ലാവരും സന്തോഷത്തോടെ അവരുടെ കാട്ടിലേക്ക് തിരിച്ചുപോയി. അമ്മേ, എന്റെ ചിറക് എത്ര ചെറുതാണ്. എനിക്ക് പറക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാ പറവകൾക്കും വലിയ വലിയ ചിറകുകൾ ഉണ്ടല്ലേ, പക്ഷെ എനിക്ക് മാത്രം എന്താ ഇല്ലാത്തേ? ഇവിടെ നോക്കുമോളെ, നീ എപ്പോ വലുതായി വളരുന്നോ അപ്പൊ നിന്റെ ചിറകും വലുതായി വളരും. അതുകൊണ്ട് നീ അതൊന്നും ചിന്തിക്കണ്ട. മിട്ടുക്കിളി പിന്നെ ആ കാട്ടിലുള്ള 2 കുരുവികൾ ചുന്നും മുന്നോടൊപ്പം ഇരുന്ന് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. കുഞ്ഞുങ്ങളെ, നമ്മൾ ഒരിക്കലും പരാജയത്തിന് കീഴടങ്ങാൻ പാടില്ല. അങ്ങനെ കീഴടങ്ങിയാൽ നമ്മുടെ ബലം നശിക്കും. ബലമില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഭീരുവാകാൻ പാടില്ല. പക്ഷെ മിട്ടു അപ്പൂപ്പ, നമ്മുടെ തോൽവി സമ്മതിച്ചാൽ എന്താ? അത് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ പ്രയത്നിക്കുന്നവർ തോറ്റു പോവുകയേയില്ല. നമ്മൾ ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യണം. എന്നാലേ നമുക്ക് വിജയം കിട്ടൂ. അപ്പൂപ്പ, ശരിക്കും ധൈര്യത്തോടെ പണിയെടുത്താൽ നമ്മൾ ഒരിക്കലും തോൽക്കില്ലേ? ആ, ഉറപ്പായും. ധൈര്യത്തോടെ ജോലി ചെയ്താൽ നമ്മൾ തോറ്റുപോകില്ല. വരൂ, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. ആഹാ, തീർച്ചയായും. ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കഥ കേൾക്കാം. ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന കഥകൾ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾക്കത് നല്ല ധൈര്യവും നൽകും. പ്ലീസ്, നിങ്ങൾ ഞങ്ങൾക്കൊരു കഥ പറയാമോ? ഒരിക്കൽ എന്ത് സംഭവിച്ചെന്നാൽ, കാട്ടിൽ ഒരു ചീൻ കുരുവിയുണ്ടായിരുന്നു. അതിന്റെ ചിറകുകൾ ചെറുപ്പം മുതലേ ചെറുതായിരുന്നു. അങ്ങനെ ഒരു ദിവസം ചീൻ കുരുവി അമ്മയോട് പറഞ്ഞു, അമ്മേ, എന്റെ ചിറക് എത്ര ചെറുതാണ്. എനിക്ക് പറക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാ പറവകൾക്കും വലിയ വലിയ ചിറകുകൾ ഉണ്ടല്ലേ, പക്ഷെ എനിക്ക് മാത്രം എന്താ ഇല്ലാത്തേ? ഇവിടെ നോക്കുമോളെ, നീ എപ്പോ വലുതായി വളരുന്നോ അപ്പൊ നിന്റെ ചിറകും വലുതായി വളരും. അതുകൊണ്ട് നീ അതൊന്നും ചിന്തിക്കണ്ട. കുറച്ചു ദിവസം കഴിഞ്ഞ് ചീൻകുരുവി വലുതായി വളർന്നു. പക്ഷെ അതിന്റെ ചിറക് മാത്രം വളർന്നില്ല. പറക്കാൻ അത് ശ്രമിച്ചുകൊണ്ടേയിരുന്നു, പക്ഷെ അതിനെ കൊണ്ട് പറക്കാനേ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് കാട്ടിൽ ഒരുപാട് ദൂരം പറക്കാനുള്ള കോമ്പറ്റീഷൻ തുടങ്ങി. അതിന്റെ കണ്ടീഷൻ എന്തെന്നാൽ, ആരാണോ ഒരുപാട് ദൂരം പറക്കുന്നേ അവർക്കാണ് സമ്മാനം. ചീൻകുരുവി അതിന്റെ അമ്മ മിങ്കിയോട് പറഞ്ഞു, അമ്മേ, എനിക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കണം. എല്ലാരെ പോലെയും ഞാനും ഒരുപാട് ദൂരം പറക്കാൻ ആഗ്രഹിക്കുന്നു. അത് കേട്ട എല്ലാ പറവകളും ചിരിച്ചു. വ്യത്യസ്തമായ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. അയ്യോ, ഈ ചീൻകുരുവി എങ്ങനെ പറക്കാനാ? ഇതിനെ കൊണ്ട് ശരിക്കും നടക്കാൻ പോലും പറ്റുന്നില്ല. ഇത്രയും ചെറിയ ചിറകുകൾ വച്ച് ഇത് എങ്ങനെ പറക്കാനാണ്? ഇത് കേട്ട് ചീൻകുരുവി ഒരുപാട് വിഷമിച്ചു. അപ്പോ അവളുടെ അമ്മ പറഞ്ഞു, ഇവിടെ നോക്കുമോളെ, ധൈര്യമായി നമ്മൾ പോരാടിയ തീർച്ചയായും നമ്മൾ ജയിക്കും. ആരൊക്കെ നിന്നെ കുറിച്ച് പറഞ്ഞാലും അതിനെക്കുറിച്ച് നീ ചിന്തിക്കരുത്. നീ ചെയ്യേണ്ടത് ലക്ഷ്യബോധത്തോടെ കഠിനമായി ചെയ്യേ. ചീൻകുരുവിക്ക് തന്റെ അമ്മ പറഞ്ഞത് നന്നായി മനസ്സിലായി. അപ്പൊ അത് ഇരുട്ടിൽ ആരും അറിയാതെ പറക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അവൾ രാത്രി പറന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്കൊരു മൂങ്ങ വന്നു. അത് അവളോട് പറഞ്ഞു, ചീൻ കുരുവിയെ, ഈ രാത്രി നീ എങ്ങോട്ടാ മോളെ പറക്കുന്നത്? എന്നോട് പറയൂ മോളെ. മൂങ്ങ അങ്കിൾ, എനിക്ക് റേസിൽ പറക്കണം. നിങ്ങൾക്കറിയില്ലേ, എല്ലാ പക്ഷികളും എന്നെ കളിയാക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ജയിച്ച എല്ലാവർക്കും മറുപടി പറയണം. അയ്യോ, നിന്റെ ചിറകുകൾ വളരെ ചെറുതാ. നിനക്ക് എങ്ങനെ റേസിൽ പങ്കെടുക്കാൻ പറ്റും? അത് ജയിക്കുന്ന സ്വപ്നം നീ ഉപേക്ഷിക്കും മോളെ. മൂങ്ങ അങ്കിൾ, ധൈര്യമായിരിക്കുന്നവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഇതെന്റെ അമ്മ പഠിപ്പിച്ചു തന്നതാ. നീ യഥാർത്ഥത്തിൽ വളരെ വലിയ ധൈര്യശാലിയാണ്. ഞാൻ നിന്നെ സഹായിക്കാം. നീ റേസിൽ ജയിക്കുന്നത് പോലെ ആക്കാം. ചീൻകുരുവി ഒരുപാട് സന്തോഷപ്പെട്ടു. ചാടിക്കൊണ്ടേ മൂങ്ങയോട് ചോദിച്ചു, എങ്ങനെ? നിങ്ങളെ കൊണ്ട് എന്നെ എങ്ങനെ സഹായിക്കാൻ പറ്റും മൂങ്ങ അങ്കിൾ? എന്തെന്നാൽ എനിക്കറിയാം, ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയാണെന്ന്. അമ്മ എനിക്ക് എത്രയോ വൈദ്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഇവിടെ നോക്ക്, എനിക്ക് ഒരുപാട് വയസ്സായി. എന്റെ ചിറകുകൾ ഇനി ഒന്നിനും കൊള്ളില്ല. ഒരു കാര്യം ചെയ്യാം. നീ എന്റെ ചിറകുകൾ കൊണ്ട് നിനക്ക് ചിറകുണ്ടാക്ക്. അതുപയോഗിച്ച് ഉയരത്തിൽ പറക്ക്. അതിനുവേണ്ടി ഞാൻ സഹായിക്കാം. അത് കഴിഞ്ഞ് മൂങ്ങ ചീൻകുരുവിക്കായി ഭംഗിയായി ചിറകുകൾ ഉണ്ടാക്കി. പിന്നെ മരത്തിൽ നിന്ന് ഗം കൊണ്ടുവരാൻ പറഞ്ഞു. ചീൻകുരുവി മരത്തിലുള്ള ഗമ്മ് കൊണ്ടുവന്നു. അപ്പൊ മൂങ്ങ അങ്കിൾ അദ്ദേഹം ഉണ്ടാക്കിയ ചിറകുകൾ ചീൻകുരുവിയുടെ ചിറകുകൾക്കൊപ്പം ഒട്ടിച്ചു കൊടുത്തു. ഇതാ, ജോലി തീർന്നു. ഇപ്പോൾ നീ റേസിൽ വിജയിക്കാൻ പോകുന്നു. എല്ലാവരെയും നീ നിന്റെ കഴിവുകൾ കാണിക്കേ. പോയി വിജയിച്ച് ഈ മൂങ്ങ അങ്കിളിനെ അഭിമാനം കൊള്ളിക്കേ.
നിങ്ങൾക്ക് ഒരുപാട് നന്ദി മൂങ്ങ അങ്കിൾ. ഞാൻ തീർച്ചയായും നിങ്ങളുടെ മാനം രക്ഷിക്കും. ഞാൻ തീർച്ചയായും നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യിച്ചു കാണിക്കും. നീ ഉറപ്പായും ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പോൾ പോയി ആ ആകാശത്തിൽ ഒന്ന് ചുറ്റി വളഞ്ഞു വാ. അടുത്ത ദിവസം റേസ് സ്റ്റാർട്ടായി. എല്ലാ പറവകളും അവിടെ എത്തിയിരുന്നു. അപ്പൊ എല്ലാരും ഇങ്ങനെ സംസാരിച്ചു. ആഹാ, തീൻകുരുവി വന്നതേയില്ല. എനിക്ക് തോന്നുന്നു അതിന് മനസ്സിലായി കാണും അതിനെ കൊണ്ട് പറക്കാൻ പറ്റില്ലെന്ന്. അതുകൊണ്ടായിരിക്കും അത് റേസിന് പങ്കെടുക്കാത്തത്. അവരെല്ലാവരും അങ്ങനെ സംസാരിക്കുമ്പോൾ ചീൻകുരുവി വലിയ വലിയ ചിറകോടി പറന്ന് അവിടെ വന്ന് ഇരുന്നു. അത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അത് കഴിഞ്ഞ് ചീൻകുരുവി തന്റെ വലിയ ചിറകുകൾ കൊണ്ട് ഒരുപാട് ഉയരത്തിൽ പറന്നു. വേഗത്തിൽ പോയി വീണ്ടും അത് തിരിച്ചു വന്നു. അപ്പൊ അത് കണ്ട പറവകളെല്ലാം അവളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഉറപ്പായും ആത്മവിശ്വാസത്തോടെ പ്രയത്നിക്കുന്നവർ തോറ്റു പോവുകയേയില്ല. അത് ഈ ചീൻകുരുവി നമ്മളെ ഒരു പാഠമായി പഠിപ്പിച്ചു. കുഞ്ഞുങ്ങളെ, ഇന്നത്തെ കഥ എങ്ങനെയുണ്ടായിരുന്നു? ഈ കഥയിലൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അപ്പൂപ്പ, ഞങ്ങൾ പഠിച്ചു. സത്യത്തിൽ ധൈര്യമായി എന്ത് ചെയ്താലും നമ്മൾ തോൽക്കുകയില്ല. നമ്മൾ ലക്ഷ്യബോധത്തോടെ എന്ത് ജോലിയും ചെയ്താലും ശരി, ദൈവം ഏതെങ്കിലും ഒരു വഴിയിൽ തീർച്ചയായും നമുക്ക് സഹായം ചെയ്യും. എങ്ങനെ ചീൻകുരുവിക്ക് മൂങ്ങ വന്ന് തന്റെ ചിറകുകൾ നൽകിയോ അങ്ങനെ.